പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു വീട് കാണിച്ച് ഇതാണ് പിണറായി വിജയൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടന്നു. ഇന്നത്തെ പോലെ അത്ര സജീവമായിരുന്നില്ല അന്ന് സോഷ്യൽ മീഡിയ. പക്ഷേ പിണറായി വിജയൻ്റെ ആഡംബര വീട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് പിന്നീട് കേസാവുകയും ആരാണോ വീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ വീട് പിണറായി വിജയൻ്റെ വീടല്ല എന്ന് തെളിയുകയും ചെയ്തു. ഈ സംഭവം ഓർത്തുകൊണ്ടാണ് പി രാജീവ് മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം പറഞ്ഞത്. അത് കേൾക്കാം. പിണറായിക്ക് കട്ടിലിപ്പിടല്ലേ നിങ്ങൾ കൊടുത്തുള്ളൂ? 10 കൊല്ലം മുമ്പല്ലേ നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തത്? അതിലേക്ക് ഒരു കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര കാലം എടുത്തു? 10 വർഷം മുമ്പ് പിണറായി വിജയന് നിങ്ങൾ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ആഡംബര വീട് സമ്മാനിച്ചു. എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു കട്ടിലും കിടക്കയും വാങ്ങി നൽകാൻ എന്ന് വെച്ചാൽ ശബരിമലയിൽ പിണറായി വിജയന് കിടക്കുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിലും കിടക്കയും വാങ്ങി നൽകി എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത. ആ വാർത്ത പിന്നീട് ചൂടപ്പം പോലെ പ്രചരിച്ചു. ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു, നല്ലവണ്ണം പ്രചരിച്ചു. ചർച്ച നടന്നു, അന്തിച്ചർച്ച നടന്നു. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കൾ പൊതുപ്രസംഗങ്ങളിൽ സ്ഥിരമായി പറഞ്ഞു തുടങ്ങി പിണറായി വിജയന് ശബരിമലയിൽ പോയപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കിടക്കാൻ ഗസ്റ്റ് ഹൗസിൽ 1 ലക്ഷം രൂപയുടെ കിടക്കയും കട്ടിലും വാങ്ങി നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു. ആഡംബര ജീവിതമാണ് പിണറായി വിജയൻ്റേത്, ധൂർത്താണ് പിണറായി വിജയൻ്റേത് എന്നൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു വരി ഇട്ടുകൊടുത്തു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് പി രാജീവ് പറഞ്ഞത് 10 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് നിങ്ങളൊക്കെ ആഡംബര വീട് പണിത് നൽകിയത്, ഇപ്പോഴെങ്കിലും ഒരു കട്ടിൽ വാങ്ങിക്കൊടുത്തല്ലോ കിടക്കാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത്. അതൊരു കളിയാക്കലാണ്. മാധ്യമപ്രവർത്തനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകും എന്നൊന്നും കരുതരുത്. നാളെ ഇതിനേക്കാളും വലുത് കള്ളവാർത്ത അവർ ഇതേ മാധ്യമങ്ങളിൽ നൽകുകയും ചെയ്യും. പിന്നീട് അതേക്കുറിച്ച് മിണ്ടുകയുമില്ല. അതാണ് മാധ്യമങ്ങളുടെ പതിവ് രീതി. പച്ചക്കള്ളം എഴുതി വിടുക, പിന്നീട് അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക. അത് മതി. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്കും അതോടൊപ്പം തന്നെ RSSകാർക്കും BJPക്കാർക്കും ഒക്കെ നല്ല വഴി തുറന്നു കിട്ടുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാധ്യമപ്രവർത്തകർ പി രാജീവിനെ പോലെയുള്ള നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ പി രാജീവിനെ പോലെയുള്ളവർ പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു എന്നത് ഇന്നത്തെ പുതിയ കാലത്തിൻ്റെ പുതിയ രീതിയാണ്.